ഇന്നൽ മുബദ്ദിരീൻ പണം ദൂർത്തടിക്കുന്നവർ പിശാചിന്റെ സുഹൃത്തുക്കളാണ്. നബിയും സഹാബത്തും ഒരു ദിവസം നടന്നു പോകുമ്പോൾ ഒരു വലിയ ബംഗ്ലാവ് കണ്ടു, ഉയർത്തി കെട്ടിയ ഒരു വീട് കണ്ടു. ആരുടേതാണ് ആ വീട്? മുത്തുനബി ചോദിച്ചു. അപ്പോൾ സഹാബത്ത് പറഞ്ഞു, അത് ഇന്ന സ്വഹാബിയുടെ വീടാണ്. ആ സ്വഹാബി വന്നുകൊണ്ട് പ്രവാചകന്റെ സദസ്സിൽ സലാം പറഞ്ഞു. മുത്തുനബി തല തിരിച്ചു, അവിടത്തെ മുഖം തിരിച്ചു, സലാം മടക്കിയില്ല. ആ സ്വഹാബി അന്വേഷിച്ചപ്പോ നിന്റെ വീട് അല്ലാഹുവിന്റെ റസൂല് കണ്ടതുകൊണ്ടാണ്, നിന്റെ കൊട്ടാര സമാനമായ ആ വലിയ വീട് കണ്ടതുകൊണ്ടാണ്. ആ സ്വഹാബി എന്ത് ചെയ്തു? നേരെ ചെന്നു, ഹദമഹു അതിനെ പൊളിച്ചു കളഞ്ഞു, സവ്വാഹു ബിൽ അർള് ഭൂമിയോട് അതിന്റെ തറ ലെവലാക്കി ആ വീട് തന്നെ പൊളിച്ചു കളഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അമാ ഇന്ന കുല്ല ബിനാഇൻ വബാലുൻ അലാ സാഹിബി, എല്ലാ കെട്ടിടത്തിന്റെയും ഉടമസ്ഥർക്ക് ആ കെട്ടിടം നാളെ പരീക്ഷണമാണ്. മറ്റൊരു ഹദീസിൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇദാ അറാദല്ലാഹു അബ്ദൻ ഹവാന, അല്ലാഹു ഒരു മനുഷ്യനെ നിന്ദിക്കാൻ ഉദ്ദേശിച്ചാൽ അൻഫഖ മാലഹു ഫിൽ ബുനിയാൻ, അവന്റെ സമ്പത്ത് മുഴുവനും കെട്ടിടം പണിയാൻ അവൻ ചെലവഴിക്കും. അവന്റെ സമ്പത്ത് സിമന്റിലും കമ്പിയിലും അവൻ ചെലവഴിക്കും. അല്ലാഹു അവനെ നിന്ദിക്കുകയാണ്. വലിയ കെട്ടിടം പണിയുന്നത് നല്ലതല്ല. വേണം നമുക്ക് സമാധാനമുള്ള ഒരു വീട്, ഒരു ശാന്തി നികേതൻ, അല്ലേ? സമ്പത്ത് മുഴുവനും, ഒരു പുരുഷായുസ്സിൽ നാം ഉണ്ടാക്കിയ സമ്പത്ത് മുഴുവനും വീടിന് വേണ്ടി ചെലവഴിക്കുന്നവരുണ്ട്. ഗൾഫിൽ നല്ല ജോബ, നല്ല വീട് പണിതു. ഈ ജോലി ശാശ്വതമല്ലല്ലോ. തിരിച്ചു വരുമ്പോ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ, ഒന്ന് വൈറ്റ് വാഷ് ചെയ്യാനും നമുക്ക് സാധിക്കൂല. വീട് വിൽക്കേണ്ടി വരും. മാത്രമല്ല വലിയ കെട്ടിടം പണിയുന്നത് അല്ലാഹു ഒരു മനുഷ്യനെ ഒരർത്ഥത്തിൽ തരം താഴ്ത്തുകയാണ്. അല്ലാഹു ഒരാളെ നിന്ദിക്കാൻ ഉദ്ദേശിച്ചാൽ അവന്റെ സമ്പത്ത് മുഴുവനും കൊട്ടാരം പണിയാൻ, സിമന്റിനും കമ്പിക്കും വേണ്ടി അവൻ ചെലവഴിക്കുമെന്ന ഹദീസ്. അതുകൊണ്ട് ആരെങ്കിലും 3000-4000 സ്ക്വയർ ഫീറ്റ് തറയിട്ടിട്ടുണ്ടെങ്കിൽ അത് വിറ്റേരെ, എന്നിട്ട് ഒരു 1500 അല്ലെങ്കിൽ ഒരു 2250 വീട് മതി, അല്ലേ? പ്രിയമുള്ള സുഹൃത്തുക്കളെ, നോക്കൂ, എത്രയോ പാവങ്ങൾ നമ്മുടെ കുടുംബത്തിലുണ്ട്. അവരെ നാം ഗൗനിക്കണം, അവരെ സഹായിക്കണം. അസ്സദഖതു അലൽ മിസ്കീനി സദഖ, ഒരു മിസ്കീനിന് കൊടുക്കുന്ന സദഖ സദഖയാണ്. എന്നാൽ വഅലാ ദബിർ റഹിമി സദഖത്തുൻ വസിലത്തുൻ, കുടുംബത്തിലെ, നമ്മുടെ കുടുംബത്തിലെ ഒരു പച്ചപ്പാവത്തിനൊരു സഹായം നൽകിയാൽ 2 കൂലിയാണ്. ഒന്ന് സദഖയുടെ കൂലി, മറ്റൊന്ന് സിലത്തുൻ, കുടുംബ ബന്ധം ചേർത്ത പ്രതിഫലം. ഒരു അഗതിക്ക് നാം സഹായിച്ചാൽ അതിന് ഒരു പ്രതിഫലമാണെങ്കിൽ, കുടുംബത്തിലെ പാവപ്പെട്ട ഒരു അഗതിക്ക് കൊടുത്താൽ 2 പ്രതിഫലം. ഇനി അതുകൊണ്ട് പാവങ്ങളെ സഹായിക്കാതിരിക്കരുത്. മുന്തിയ പരിഗണന കൊടുക്കേണ്ടത് കുടുംബത്തിലെ പാവങ്ങൾക്കാണ്, അല്ലേ? കുടുംബത്തിലെ പാവങ്ങളെ സഹായിക്കണം. കുടുംബ ബന്ധം ചേർക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സൂറത്തുൽ ബഖറയിൽ അല്ലാഹു പറയുന്നു, വമാ യുളില്ലു ബിഹി ഇല്ലൽ ഫാസിഖീൻ അല്ലദീന യൻഖുലൂന അഹദല്ലാഹ്. അധർമ്മകാരികൾ ആരാണ്? ഫാസിഖീങ്ങൾ, പാപികൾ, അധർമ്മകാരികൾ. അല്ലദീന യൻഖുലൂന അഹദല്ലാഹി മിൻ ബഅദി മീസാഖി, അല്ലാഹുവിനോട് കരാർ ചെയ്തു കഴിഞ്ഞ്, ഉടമ്പടി ചെയ്തു കഴിഞ്ഞ് ആ കരാർ ലംഘിക്കുന്നവർ, വയഖ്തഊന മാ അമറല്ലാഹു ബിഹി അൻ യൂസൽ, അല്ലാഹു ചേർക്കാൻ കൽപ്പിച്ചതിനെ മുറിക്കുന്നവർ, വയുഫ്സിദൂന ഫിൽ അർള്, ഭൂമിയിൽ കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്നവർ, അവരത്രേ പരാജിതർ. ഉലൈക ഹുമുൽ ഖാസിറൂൻ.
അള്ളാഹുവിനോടുള്ള ഉടമ്പടി പാലിക്കണം, കരാർ പാലിക്കണം, അള്ളാഹു ചേർക്കാൻ പറഞ്ഞതിനെ ചേർക്കണം. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഹദീസിൽ വരുന്നു, ലാ യദ്ഖുലുൽ ജന്നത ഖാതിഉൻ, ഒരു റിവായത്തിൽ ഖാതിഉ റഹ്മിൻ, കുടുംബബന്ധം നിലച്ചവൻ, കുടുംബബന്ധം മുറിച്ചവൻ സ്വർഗ്ഗത്തിൽ കടക്കുന്നതല്ല. കുടുംബബന്ധത്തെ മുറിച്ചവൻ സ്വർഗ്ഗത്തിൽ കടക്കുന്നതല്ല. എന്റെ പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഒരിക്കൽ ഒരു സഹാബി ഇലാ ഹളറത്തി റസൂലില്ലാഹ്, നബിയുടെ സദസ്സിലേക്ക് വന്നിട്ട് പറഞ്ഞു, ഇന്നലി ഖറാബതൻ അസിലുഹും വയഖ്തഊനി, എനിക്ക് ബന്ധുക്കളുണ്ട്, ഞാൻ അവരെ ചേർക്കുന്നുണ്ട്, അവരെ നാം ചേർത്തുകൊണ്ടിരിക്കുകയാണ്, പക്ഷേ വയഖ്തഊനി, അവരെന്നെ മുറിച്ചു കളയുന്നു. വഉഹ്സിനു ഇലൈഹിം, ഞാൻ അവർക്ക് ഉപകാരങ്ങൾ ചെയ്യുന്നുണ്ട്. വയുസീഊന ഇലയ്യ, അവരെന്നെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാൻ അവർക്ക് ഉപകാരം ചെയ്യുന്നു, അവരെന്നെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്നു. വഅഹ്ലുമു അൻഹും, അവരുടെ ആ ഉപദ്രവങ്ങൾ ഞാൻ സഹിക്കുന്നു നബിയേ. വയജ്ഹലൂന അലയ്യ, അവരെന്നോട് വിവരക്കേട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മുത്തുനബി പറഞ്ഞു, ഫഇൻ കുൻത കമാ ഖുൽത ഫകഅന്നമാ തുസിഫുഹുൽ മല്ല, നീ പറഞ്ഞതുപോലെയാണെങ്കിൽ നീ ചുടുചാരം അവരുടെ വായിലേക്ക് ഇടുന്നത് പോലെയാണ്. ചൂട് ചാരം തീറ്റിക്കുന്നതിന് തുല്യമാണിത്. വലാ യസാലു മാക മിനല്ലാഹി ലഹീറുൻ അലൈഹിം, നീ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, നീ മാപ്പ് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ, നിന്നോട് ശത്രുത കാണിക്കുന്നവരോട് മാപ്പ് കൊടുക്കുമ്പോൾ, നിന്നെ ഉപദ്രവിക്കുമ്പോൾ നീ ഉപകാരം ചെയ്തുകൊണ്ടിരിക്കുന്ന കാലത്തോളം അല്ലാഹുവിന്റെ സഹായം നിനക്കുണ്ടാകുമെന്ന് മുഹമ്മദ് മുസ്തഫ. അള്ളാഹു പടച്ചവൻ നമ്മളെല്ലാവരെയും ഉപകാരം ചെയ്യുന്നവരിൽ ഉൾപ്പെടുത്തട്ടെ. നോക്കൂ, ഒരു ഖുദ്സിയായ ഹദീസിൽ അള്ളാഹു പറയുന്നു, ഖാലല്ലാഹു തആല, അള്ളാഹു പറയുകയാണ്, അനർ റഹ്മാൻ, ഞാൻ പരമകാരുണികനാണ്. ഖലഖതുർ റഹിമ, ഞാനാണ് കുടുംബ ബന്ധത്തെ സൃഷ്ടിച്ചത്. വശഖഖതു ലഹാ ഇസ്മി, എന്റെ പേര് തന്നെ ഞാൻ കുടുംബത്തിന് വേണ്ടി വെച്ചു. നോക്കൂ, അല്ലാഹുവിന്റെ പേരാണ് റഹ്മാൻ. അതിൽ 3 അക്ഷരമാണ് റാഉം ഹാഉം മീമും. കുടുംബ ബന്ധത്തിന് അറബിയിൽ പറയുന്നത് റഹിം എന്നാണ്. ഹാഇന് കസ്റാണ് റഹിം. എല്ലാ കുടുംബ ബന്ധങ്ങളും മൊട്ടിടുന്നത് എവിടെയാ? അത് റഹ്മിലാണ്. ഹാഇന് സുക്കൂൻ, റഹ്മ യൂട്രസ്. എല്ലാ ബന്ധങ്ങളും മൊട്ടിടുന്നത് ഗർഭപാത്രത്തിലാണ്. നോക്കൂ, കുടുംബ ബന്ധം റഹിമ, ഗർഭപാത്രത്തിന് റഹ്മ. അല്ലാഹു റഹ്മാൻ. അല്ലാഹു പറയുകയാണ് അർ-റഹിമു മുത്തനബി പറയുകയാണ് അർ-റഹിമു മുതഅല്ലിഖത്തുൻ ബിൽ അർശ്. കുടുംബ ബന്ധം അർശുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അല്ലാഹുവിന്റെ അർശുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. തഖൂൽ, കുടുംബ ബന്ധം പറയുന്നു, മൻ വസലനി വസലഹുല്ലാഹ് വമൻ ഖതഅനി ഖതഅഹുല്ലാഹ്. എന്നെ ചേർത്തവരെ നീ ചേർക്കണമേ, എന്നെ മുറിച്ചവരെ നീ മുറിക്കണമേ എന്ന് കുടുംബ ബന്ധം പറയുന്നു എന്ന് മുഹമ്മദ് മുസ്തഫ. സുഹൃത്തുക്കളെ, ഈ ഇരിക്കുന്നത് കണ്ടാൽ എന്തൊരു ഒരുമയാ അല്ലേ? നല്ല ഐക്യത്തിലാണ് ഇപ്പൊ ഇരിക്കുന്നത്. പക്ഷേ സുബ്ഹാനല്ലാഹ്, മനസ്സ് മുഴുവനും നെരിപ്പോടാ അല്ലേ? എത്ര പേരായി ഇന്ന് പിണങ്ങി കഴിയുന്നത്? ആങ്ങളൊക്കെ പെങ്ങളെ വേണ്ട, ബ്രദേഴ്സ് തമ്മിൽ പിണക്കം അല്ലേ? ഈ അടുത്ത കഴിഞ്ഞ ഹജ്ജിനും കേട്ടോ, ഞങ്ങളുടെ നാട്ടിൽ ഒരു സഹോദരൻ ചെന്ന് ഹജ്ജിന് ഞാൻ പോവുക കേട്ടോ എന്ന് പറഞ്ഞപ്പോ ഒരൊറ്റ ഓടിച്ചു ജ്യേഷ്ഠ നിന്റെ ഹജ്ജ് മനസ്സിലായി. അല്ലാഹു കാക്കട്ടെ. സുഹൃത്തുക്കളെ,
വഴിയും റോഡും നന്നാക്കാൻ സ്ഥലം കൊടുക്കൂല, ഒരടി കൊടുക്കൂല. നോക്കൂ, ഫലവൃക്ഷങ്ങൾ ചാഞ്ഞു നിൽക്കുന്നു, അതുകൊണ്ട് ഉപദ്രവിക്കും മനുഷ്യൻ. ഞാൻ അയൽപക്ക ബന്ധം പറയുമ്പോ ആ ഭാഗത്തേക്ക് കടന്നു വരാം. അല്ലാഹു നമ്മുടെ ഹൃദയം വിശാലമാക്കി തരട്ടെ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മുത്തുനബി പറയുകയാണ്, ലൈസൽ വാസിലു ബിൽ മുകാഫി, ഉപകാരം ചെയ്തവന് ഉപകാരം ചെയ്യലല്ല മുകാഫഅത്ത്, കുടുംബബന്ധം ചേർക്കുക എന്ന് പറയുന്നത്. നേരെ മറിച്ച് ഉപദ്രവിക്കുന്നവർക്ക് മാപ്പ് കൊടുക്കുക. നോക്കൂ, കഷ്ടപ്പെടുത്തുന്നവർക്ക് ഉപകാരം ചെയ്യുക. ബന്ധം മുറിച്ചവർക്ക് ബന്ധം ചേർക്കലാണ് ഏറ്റവും വലിയ പ്രത്യുപകാരം എന്ന് മുഹമ്മദ് മുസ്തഫ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് പിണങ്ങിക്കഴിയരുത്, കുടുംബബന്ധം ചേർക്കണം. അതുകൊണ്ട് രണ്ട് ഗുണമുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മൻ അഹബ്ബ അയ്യുബ്സത ലഹു ഫീ റിസ്ഖി വയുനസ്സ ലഹു ഫീ അസരി. ഭക്ഷണത്തിൽ ബർക്കത്ത് ആഗ്രഹിക്കുന്നെങ്കിൽ, ഭക്ഷണത്തിൽ ബർക്കത്ത് ആഗ്രഹിക്കുന്നെങ്കിൽ, വയുനസ്സ ലഹു ഫീ അസരി, നിന്റെ ആയുസ്സ് നീളാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, ഫൽയസിൽ റഹിമഹു, കുടുംബബന്ധം ചേർത്തുകൊള്ളട്ടെ, കുടുംബബന്ധം ചേർത്തുകൊള്ളട്ടെ. ഒരു ഹദീസിൽ വരുന്നുണ്ട്, ലാ യറുദ്ദുൽ ഖദ്റ ഇല്ല ദുആ വലാ യസീദു ഫിൽ ഉംരി ഇല്ലൽ ബിർറു. അല്ലാഹുവിന്റെ ഖദ്ർ ദുആ കൊണ്ട് തട്ടപ്പെടുകയുള്ളൂ. വലാ യസീദു ഫിൽ ഉംരി ഇല്ലൽ ബിർറു, ആയുസ് വർദ്ധിപ്പിക്കുകയില്ല ജീവിതത്തിൽ ചെയ്യുന്ന പുണ്യങ്ങൾ കൊണ്ടല്ലാതെ. അല്ലാഹു കുടുംബത്തിന് ഉപകാരം ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. ബന്ധം വിച്ഛേദിക്കല്ലേ. വിച്ഛേദിക്കുന്നവർ സ്വർഗത്തിൽ കടക്കുന്നതല്ല. അല്ലാഹു കാക്കട്ടെ. അബ്ദുല്ലാഹി ഇബ്നു അബി ഔഫ എന്ന സഹാബി പറയുകയാണ്, കുഞ്ഞാ ജുലൂസൻ ഇൻദൻ നബി അശിയത അറഫ. അറഫയുടെ ദിവസം, അന്നത്തെ സായം സന്ധ്യയ്ക്ക് മുമ്പ് അസറിന് ശേഷം ഞങ്ങളും മുത്തുനബിയും കൂടി അറഫയിൽ സമ്മേളിച്ചിരിക്കുകയാണ്. അപ്പോൾ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഈ സദസ്സിൽ ആരെങ്കിലും കുടുംബബന്ധം വിച്ഛേദിച്ചവനുണ്ടെങ്കിൽ വൽയഖും അന്നാ, നമ്മിൽ നിന്നവർ എഴുന്നേൽട്ടു പോകട്ടെ. കുടുംബബന്ധം മുറിച്ചവൻ സ്വർഗാവകാശിയല്ല. ആരെങ്കിലും ഉണ്ടെങ്കിൽ അവൻ എഴുന്നേറ്റു പോകട്ടെ. ആരും എഴുന്നേറ്റില്ല. ഒരു സഹാബി എഴുന്നേറ്റു. ആ സദസ്സിന്റെ മൂലയിലിരുന്ന ഒരു സഹാബി എഴുന്നേറ്റു. കുറച്ചു സമയം കഴിഞ്ഞപ്പോ ആ സഹാബി തിരിച്ചു വന്നു. അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, എല്ലാവരും ഇരുന്നപ്പോ നീ എഴുന്നേറ്റു പോയത് എന്തിനാണ് എന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂലെ അവിടെന്ന് പറഞ്ഞത് ഞാൻ കേട്ടു. ലഖദ് സമിഅതു ഖൗലക, അവിടെന്ന് പറഞ്ഞത് ഞാൻ കേട്ടു. കാനലി ഖാലത്തുൻ, എനിക്കൊരു മാതൃ സഹോദരി ഉണ്ടായിരുന്നു. തുസാരിമുനി, ഞാനും അവരും പിണക്കത്തിലായിരുന്നു. എന്റെ എളാമ്മ, എന്റെ മാതൃ സഹോദരിയും ഞാനും തമ്മിൽ കുടുംബബന്ധം മുറിച്ചിരുന്നു. ഞാൻ പെട്ടെന്ന് എളാമ്മയുടെ മുന്നിലെത്തി. ഉടനെ എളാമ്മ ചോദിച്ചു, മല്ലദീ ജിഅത ബിക, നീ എന്തിനാണ് ഇപ്പോൾ ഇങ്ങോട്ട് കടന്നു വന്നത്? നിന്റെ പതിവ് ഇങ്ങനെയല്ലല്ലോ, നീ വരാതിരിക്കുന്നവനാണല്ലോ. ഇപ്പോൾ ഈ സദസ്സിലേക്ക് വന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ ഹബീബേ അവിടെന്ന് പറഞ്ഞ ഹദീസ് ഞാൻ അവരെ പറഞ്ഞു കേൾപ്പിച്ചു. ഫസ്തഗ്ഫറതു ലീ ഫസ്തഗ്ഫർതു ലഹാ, എന്റെ എളാമ എനിക്ക് വേണ്ടി പൊറുക്കലിനെ തേടി, ഞാൻ അവർക്ക് വേണ്ടിയും പൊറുക്കലിനെ തേടി. ഇത് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അഹ്സൻത അഹ്സൻത, നീ നല്ല കാര്യമാണ് ചെയ്തത്. ഇജ്ലിസ്, ഈ സദസ്സിൽ ഇരുന്നാലും. എന്നിട്ട് അവിടുന്ന് ലോകത്തോട് പറഞ്ഞു, ലാ തൻസിലുർ റഹ്മത്തു അലാ ഖൗമിൻ ഫീഹിം ഖാതിഉ റഹ്മിൻ, കുടുംബബന്ധം മുറിച്ചവൻ ഇരിക്കുന്ന സദസ്സിൽ അല്ലാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങുന്നതല്ല. പടച്ചോൻ കാക്കട്ടെ. ഈ സദസ്സിൽ കുടുംബബന്ധം മുറിച്ച ആരെങ്കിലും ഉണ്ടോ എന്ന് കൈപൊക്കിക്കേ. വാകട്ടെ.
ഉണ്ടെങ്കിൽ അവർ എഴുന്നേറ്റ് പോയി ആരോടാണോ മുറിച്ചത് അവരുമായി പൊരുത്തപ്പെടിക്കും. മുട്ടാറില്ല, ആരും ഇല്ല കേട്ടോ, എല്ലാവരും പരസ്പരം കെട്ടിടം പോലെയാണ്. മുത്തുനബി അവിടുത്തെ വിരലുകൾ കോർത്തു പിടിച്ചു. അല്ലാഹു വെറുപ്പില്ലാത്ത വിദ്വേഷമില്ലാത്ത നല്ല മനസ്സിന്റെ ഉടമകളാക്കി തരട്ടെ. ഈയിടെ ഒരു പെണ്ണുങ്ങളോട് ഞാൻ ചോദിച്ചു, എന്താപ്പാ ആണുങ്ങളോട് ഇത്ര വെറുപ്പ്, ആങ്ങളമാരെന്താ കാണാത്തത്? ഓനെ 2 നില വീട് പണിത്, ഓനെ കാറ് വാങ്ങിച്ച്. അപ്പൊ പെങ്ങക്ക് ആങ്ങളോട് അസൂയ വരാൻ കാരണം 2 നില വീട് പണിതും കാറ് വാങ്ങിച്ചതും. അല്ലാഹുവേ, ആ പെങ്ങക്കും അതുപോലെ വലിയ വീടും കാറും കൊടുക്കണേ അല്ലാ എന്ന് ഞാൻ ദുആ ചെയ്യുക. അപ്പൊ എല്ലാത്തിന്റെയും പിന്നിൽ എന്താ? ഹസദാണ്. ഇസ്തഈനു അലാ ഖളാഇ ഹവായിജികും ബിൽ ഖിത്മാൻ. നിങ്ങളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ നിങ്ങൾ അല്പം മറച്ചു വെക്കണം എന്ന് മുഹമ്മദ് മുസ്തഫ. വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുമ്പോൾ തന്നെ തുറന്ന് പറയരുത്. പാസ്പോർട്ട് എടുക്കണം, അതിന്റെ കോപ്പി അങ്ങോട്ട് അയക്കണം. അപ്പോ വിസ വരും, തഅ്ശീറ വരും. എന്നാലും പറയരുത് ആരോട്. നോക്കൂ, ട്രാവൽ ഏജൻസിയെ കണ്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യണം, ഒരു ദിവസം തീരുമാനിക്കണം. ഉസ്താദിനോട് പറഞ്ഞ് ഇൻഷാ അല്ലാഹ് ഇനി നിങ്ങൾക്ക് പറയാം. എന്നാലും പാരപണിയുന്നവരുണ്ട്. ഇവരെ അങ്ങനെ കടല് കടത്താൻ പറ്റൂല, നീ പോന്നൊന്ന് കാണണോടാ എന്ന് പറയുന്നു. എന്താ ജനങ്ങളൊക്കെ ഇങ്ങനെ ഹൃദയത്തിൽ ഈ വിദ്വേഷവും വെറുപ്പും ഇങ്ങനെ കൊണ്ട് നടക്കുന്നത് അല്ലേ? നോക്കൂ, സഹാബത്തിന് ഈ വെറുപ്പും വിദ്വേഷവും ഇല്ലായിരുന്നു. അല്ലാഹു പടച്ചവൻ നമ്മുടെ മനസ്സ് നന്നാക്കി തരട്ടെ. പ്രിയമുള്ള സുഹൃത്തുക്കളെ, വബിദിൽ ഖുർബാ, കുടുംബബന്ധം ചേർക്കണേ, കുടുംബബന്ധം ചേർക്കണേ. ഇനി നമുക്ക് ആരോടാണ് കടമയുള്ളത്? അല്ലാഹു പറയുന്നു, വൽ യതാമാ വൽ മസാകീൻ. കുടുംബബന്ധം ചേർത്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് സമൂഹത്തിലെ 2 വിഭാഗത്തോട് കടമയുണ്ട്. ആരാണ് 2 വിഭാഗം? ഒന്ന് അനാഥകളാണ്, യതീമാണ്. മറ്റൊന്ന് മിസ്കീനാണ്, അഗതികൾ, പാവങ്ങൾ. ഉണ്ടോ? യതീമും മിസ്കീനും. മഗ്രിബിന് നാം ഓതുന്ന സൂറത്തിന്റെ പ്രമേയം എന്താ? അറഅയ്തല്ലദീ യുകല്ലിബു ബിദ്ദീൻ. നബിയെ, അവിടുന്ന് കണ്ടുവോ അല്ലാഹുവിന്റെ ദീനിനെ കളവാക്കിയവനെ? ആരാണ് ദീനിനെ കളവാക്കിയവൻ? ഫദാലികല്ലദീ യദഉൽ യതീം. അവനാണ് യതീമിനെ അടിയോടിക്കുന്നവൻ. വലാ യഹുല്ലു അലാ തുആമിൽ മിസ്കീൻ. അഗതിക്ക് ഭക്ഷണം കൊടുക്കാൻ പ്രേരിപ്പിക്കാത്തവനാണ്. ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, വയംനഊനൽ മാഊൻ. അവര് തടഞ്ഞു വെക്കുന്നു. വയംനഊനൽ മാഊൻ, പരോപകാര വസ്തുക്കളെ. ബക്കറ്റ്, പിക്കാസ്, തൂമ്പ, ഇതൊക്കെ ആ പരോപകാര വസ്തുക്കൾ. അതുപോലും വായ്പ കൊടുക്കാത്തവനാണ് മതനിഷേധി. ഉണ്ടോ? എന്താ ഈ സൂറത്തിന്റെ വിഷയം അല്ലേ? എന്തെല്ലാം കാര്യങ്ങളാണ്. അനാഥകളെയും അഗതികളെയും ബഹുമാനിക്കണം, സ്നേഹിക്കണം, വലിയ പുണ്യമാണ്. ഒരിക്കൽ ഒരു സ്വഹാബി അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, യഷ്കൂ കസ്വത കൽബി. മുത്തായ നബിയെ, എന്റെ ഹൃദയത്തിന് കാഠിന്യമാണ്, എന്റെ ഹൃദയത്തിന് വല്ലാത്ത പാരുഷ്യമാണ്. അപ്പോൾ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, നിന്റെ ഹൃദയത്തിന്റെ കടുപ്പം മാറും, ആർദ്ര മനസ്കനാകും നീ. ഇർഹമിൽ യതീം, നീ യതീമിനോട് കരുണ കാണിക്കണം. വംസഹ് റഅസഹു, യതീമിന്റെ ശിരസ് നീ തലോടി കൊടുക്കണം. യലിൻ സദ്റുക്, നിന്റെ ഹൃദയം വിശാലമാകുമെന്ന് മുഹമ്മദ് മുസ്തഫ.
അവിടെന്ന് പറഞ്ഞു നിങ്ങൾ യതീമിന്റെ കരച്ചിൽ സൂക്ഷിച്ചോ, അത് നിശയുടെ നിശബ്ദതയിൽ, നിശീധിനിയുടെ ഇരുട്ടത്ത് അത് കയറിപ്പോകും. ജനങ്ങൾ ഉറങ്ങുമ്പോ അനാഥ മക്കളുടെ വിലാപം കയറിപ്പോകും ഹളറത്തുൽ ഖുദ്സിയയിലേക്ക്. കണ്ടോ, യതീമുകളെ പീഡിപ്പിക്കരുത്. ഖൈറു ബൈത്തിൽ മുസ്ലിമീന ബൈത്തുൻ ഫീഹി യതീമുൻ യുഹ്സനു ഇലൈഹി. മുസ്ലിം ഭവനങ്ങളിൽ ഏറ്റവും നല്ല ഭവനം യതീമിനോട് കരുണ കാണിക്കുന്ന ഭവനമാണ്. വശർറു ബൈത്തിൽ മുസ്ലിമീന ബൈത്തുൻ ഫീഹി യതീമുൻ. മുസ്ലിം ഭവനങ്ങളിൽ മോശമായ ഭവനം പീഡിപ്പിക്കപ്പെടുന്ന അനാഥയുള്ള യതീമുള്ള വീടാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. അനാഥകളെയും അഗതികളെയും പരിപാലിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഒരുപാട് അവരെ പറ്റി ഖുർആനിൽ ഒരുപാട് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അല്ലേ? ഇന്ന് അനാഥയെ വിറ്റ് കാശാക്കുന്നവരുണ്ട്, കമ്മീഷൻ വാങ്ങുന്നവരുണ്ട്. അല്ലേ? യതീഖാന തുടങ്ങുന്നതിന് മുമ്പ് ചെറിയ വീടായിരുന്നു, ഒരു പഴയ മൊബൈലായിരുന്നു. യതീഖാന തുടങ്ങിക്കഴിഞ്ഞു വലിയ മൊബൈല്, വലിയ കാറ്, വലിയ വീട്. ഇതൊക്കെ എങ്ങനെ ഉണ്ടായി? അല്ലേ? അതൊക്കെ ഒരു ചൂഷണത്തിന് വേണ്ടി. ചിലര് ഈ ഹജ്ജിനും ഉംറയ്ക്കൊക്കെ പോകുന്നവരെ വിമർശിക്കാറുണ്ട്. സുഹൃത്തുക്കളെ, ഇതൊക്കെ ഒരു ബിസിനസ് അല്ലേ? മനസ്സിലായി? എത്രത്തോളം വാല് പോലും ഇപ്പൊ ബിസിനസ് ആക്കി എന്നാ പറയുന്നത്. അള്ളാഹു കാക്കട്ടെ. നേരിട്ട് വിളിച്ചാൽ കിട്ടൂല, ഏജന്റ് വേണം, കമ്മീഷൻ വേണം, ഡിമാൻഡുകൾ. അല്ലേ? എന്തൊരവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വാളും ഉത്ബോധനങ്ങളും ഒന്നും ജനഹൃദയങ്ങളെ സ്വാധീനിക്കുന്നില്ലല്ലോ. ഒരു തരം കച്ചവട മനോഭാവം. അള്ളാഹു പടച്ചവൻ ചിന്തിക്കാൻ തൗഫീഖ് നൽകട്ടെ. സുഹൃത്തുക്കളെ, പാവങ്ങളെ സഹായിക്കണം. പച്ച പാവങ്ങളെ, അനാഥകളെ. എവിടെ യതീമിനെ കണ്ടാലും നിങ്ങൾ ആ കുഞ്ഞിന്റെ തലയിൽ ഒന്ന് കൈവച്ചൊന്ന് തലോടി കൊടുക്കൂ. ആ കുഞ്ഞ് അനാഥനല്ല, അവൻ സനാഥനാണ് എന്ന് ബോധ്യപ്പെടുത്തി. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സുഹൃത്തുക്കളെ, ഞാൻ എന്റെ വീട്ടിൽ ഒരു ബോക്സ് വെച്ചിട്ടുണ്ട്. എന്റെ കുഞ്ഞുങ്ങൾക്ക് പനി വന്നാൽ, ജലദോഷം വന്നാൽ ഞാനൊരു 101 രൂപ ആ ബോക്സിലേക്ക് നിക്ഷേപിക്കും. അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഇതുവരെ റഹ്മാനും റഹീമുമായ റബ്ബ് വലിയ രോഗങ്ങളൊന്നും വിട്ടിട്ടില്ല. അല്ലാഹു കാക്കട്ടെ. അനാഥകളുടെ ബർക്കത്ത് കൊണ്ട്, അവരുടെ ദുആ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മൾക്ക് ആരോഗ്യം തന്നനുഗ്രഹിക്കട്ടെ. ഈ സദസ്സിൽ ആർക്കെങ്കിലും എന്തെങ്കിലും രോഗങ്ങളുണ്ടെങ്കിൽ ആ രോഗം അല്ലാഹു ശിഫയാക്കി തരട്ടെ. പാവങ്ങളെ സ്നേഹിച്ചോ, അനാഥകളെ സ്നേഹിച്ചോ. നോക്കൂ, ആ ചാർട്ട് ഇനി കടന്നു വരുന്നത് അയൽവാസികളിലേക്കാണ്. അയൽവാസികളോട് നമുക്ക് കടമയുണ്ട്. അല്ലാഹു പറയുന്നു, കുടുംബ ബന്ധമുള്ള അയൽവാസികളോട് കടമയുണ്ട്, അകന്ന അയൽവാസികളോടും കടമയുണ്ട്. ഹദീസിൽ വരുന്നു, മുത്തുനബി പറയുകയാണ്, അൽ ജീറാനു സലാസ, അയൽവാസികൾ 3 വിഭാഗമാണ്. മിൻഹും മൻ ലഹു സലാസതു ഹുഖൂഖ്, 3 പേരിൽ 3 വിഭാഗം അയൽവാസികളിൽ ഒരു അയൽവാസിക്ക് 3 ഹക്കുണ്ട്. വമിൻഹും മൻ ലഹു ഹഖാൻ, ചിലർക്ക് 2 ഹക്ക്, ചിലർക്ക് 1 ഹക്കുണ്ട്. 3 ഹക്കുള്ളതാരാണ്? അയൽപക്കത്ത് മുസ്ലിമായ ബന്ധു ഉണ്ടെങ്കിൽ അവരോട് നമുക്ക് 3 ഹക്കുണ്ട്. ഹക്കുൽ ജിബാർ, ഹക്കുൽ ഖറാബ, ഹക്കുൽ ജാർ. അയൽവാസി എന്ന ഹക്ക്, ബന്ധു എന്ന ഹക്ക്, മറ്റൊന്ന് ഹക്കുൽ ഇസ്ലാം, മുസ്ലിം എന്ന ഹക്ക്. ചിലരോട് 2 ഹക്കാണുള്ളത്. നമ്മുടെ തൊട്ടടുത്തൊരു മുസ്ലിമാണ് താമസിക്കുന്നതെങ്കിൽ ഹക്കുൽ ജാരി വൽ ഇസ്ലാം, അയൽപക്കം എന്ന ഹക്കും ഇസ്ലാമിന്റെ ഹക്കും കൊടുക്കണം. നമ്മുടെ അയൽവാസി അമുസ്ലിമാണെങ്കിൽ 1 ഹക്കാണുള്ളത്, ഹക്കുൽ ജാർ, അയൽവാസി എന്ന ഹക്ക്.
നമ്മുടെ അടുത്ത അശോകൻ ചേട്ടനാണുള്ളത്, അല്ലെങ്കിൽ ഞങ്ങളൊക്കെ ഇരാറ്റുപെട്ട കോട്ടയത്ത് ഞങ്ങളുടെ അയൽവാസികളൊക്കെ ക്രിസ്ത്യാനികളാണ് കൂടുതലും. ജോർജ് ചേട്ടൻ നമ്മുടെ അയൽപക്കത്തുണ്ടെങ്കിൽ അദ്ദേഹത്തോട് ഒരു ഹക്ക്, ഒരു ഹക്കുണ്ട്. എന്താ? ഹക്കുൽ ജീവ. ഒരിക്കൽ ഹബീബായ മുത്ത് ചോദിച്ചു, അതദറൂന മാ ഹക്കുൽ ജാർ, അയൽവാസികളോടുള്ള ഹക്ക് നിങ്ങൾക്കറിയുമോ? അയൽവാസികളോടുള്ള കടമ നിങ്ങൾക്കറിയുമോ? എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, ഇനിസ്തഖറലക അഖറൽതഹു, അയൽവാസി നിന്നോട് വായ്പ ചോദിച്ചാൽ കൊടുക്കണം. വൈനിസ്തഗാസ ബിക അഗസ്തഹു, അയൽവാസി നിന്നോട് സഹായം ചോദിച്ചാൽ നീ സഹായിക്കണം. വഇദാ മരിള, അയൽവാസി രോഗിയായാൽ ഉബ്തഹു, നീ സന്ദർശിക്കണം. വഇദാ മാത, അയൽവാസി മരണപ്പെട്ടാൽ ഇത്തബഅത ജനാസതഹു, ആ ജനാസയെ നീ പിൻപറ്റണം, ആ ജനാസയെ നീ ഫോളോ ചെയ്യണം. വഇൻ അസാബതുഹു മുസീബ, അയൽവാസിക്ക് പരീക്ഷണങ്ങൾ വരുമ്പോൾ അസ്സൈത, നീ അനുശോചനം സമാധാനം അറിയിക്കണം. വഇൻ അസാബഹു ഖൈർ, അയൽവാസിക്ക് നന്മ വരുമ്പോൾ ഹന്നഅത, നീ അനുമോദിക്കണം, അനുമോദിക്കണം. നിന്റെ അയൽവാസിക്ക് നന്മ വരുമ്പോൾ നീ അനുമോദിക്കണം. പ്രയാസം വരുമ്പോൾ ആ അയൽവാസിയെ നീ സമാധാനിപ്പിക്കണം. എന്നിട്ട് മുത്ത് പറയുകയാണ്, വലാ തുദീഹി ബിഖദരി, നിന്റെ വീട്ടിലെ ഡ്രെയിനേജ് ദുർഗന്ധം, ആ വേസ്റ്റും ആ അഴുക്കുചാലിലെ വെള്ളവും കൊണ്ട് നിന്റെ അയൽവാസിയെ നീ ഉപദ്രവിക്കരുത്. അതിനെ നീ കുഴിച്ചു മൂടിക്കൊണ്ടാവണം. നിന്റെ വീട്ടിലെ വേസ്റ്റും ചപ്പും ചവറും നിന്റെ പറമ്പിൽ, അയൽവാസിയുടെ പറമ്പിലേക്ക് നീ വലിച്ചെറിയരുത്. അതിനെ കുഴിയെടുത്ത് മൂടണം. നോക്കൂ എത്രമാത്രം കടമയുണ്ട് അയൽവാസികളോട്. വലാ തസ്തസീലു അലൈഹി ബിൽ ബിനാ, അയൽവാസിയെ ബുദ്ധിമുട്ടിക്കുന്ന രൂപത്തിൽ കെട്ടിടം പണിയരുത്. ഫതഹജുസ അൻഹു റീഹ്, മന്ദമാരുതനെ തടയുന്ന രൂപത്തിൽ വലിയ ബഹുനില കെട്ടിടങ്ങൾ കെട്ടിപ്പൊക്കരുത്. പൊക്കാം ഇല്ലാ ബിഇദ്നി, അനുവാദം മേടിച്ചുകൊണ്ടായിരിക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ. വൈദശ്തറൈതൽ ഫാക്കിഹ, നീ വീട്ടിൽ ഫ്രൂട്ട്സ് വാങ്ങുമ്പോൾ അഹ്ദില, നിന്റെ അയൽപക്കത്ത് നീ ഹദിയ കൊടുക്കണം, ഹദിയ കൊടുക്കണം. ഒറ്റയ്ക്ക് പഴവർഗ്ഗങ്ങൾ തിന്നരുത്. അയൽപക്കത്തെ കുഞ്ഞുങ്ങൾ അവിടെ നോക്കി നിൽക്കുക. നമ്മൾ 2 കിലോ ആപ്പിള് 3 കിലോ ഓറഞ്ച് ഒക്കെ ആയിട്ട് വരും. അയൽപക്കത്ത് ആ മക്കൾക്ക് കൊടുക്കണം സുഹൃത്തുക്കളെ. എന്താ അല്ലേ? ഈ കടമകളൊക്കെ പാലിച്ചാണോ ജീവിക്കുന്നത്? ആണോ? ഹബീബെ ഇറച്ചി മേടിച്ചാൽ അയൽവാസിക്ക് പരിഗണന കൊടുക്കണമെന്ന് അബൂദർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു പ്രവാചകൻ, യാ അബൂദർ, യാ അബൂദർ, ഓ അബൂദർ റളിയല്ലാഹു അൻഹു, ഇദാ തബഖത മറക, നല്ല ചാറ്, ഇറച്ചി പോലുള്ള ചാറ് വെക്കുമ്പോൾ ഫതഅഹദ് ജിറാനക ഫസിദ് മാഅഹാ, അതിന്റെ ചാറ് വെള്ളം കൂട്ടി വെച്ചുകൊണ്ട് അയൽവാസിയെ പരിഗണിക്കണമെന്ന് പഠിപ്പിച്ച മുഹമ്മദ് മുസ്തഫ. ആരാ? റസൂലുള്ളാഹ് അല്ലേ? ആ നബിയുടെ കാരുണ്യം. അർറഹിമൂൻ യർഹമുഹുമുർ റഹ്മാൻ യർഹമു മൻ ഫിൽ അർദ് യർഹമുകും മൻ ഫിസ് സമാ. അർറഹിമൂൻ കരുണ കാണിക്കുന്നവർ, യർഹമുഹുമുർ റഹ്മാൻ റഹ്മാനായ അല്ലാഹു അവരോട് കരുണ കാണിക്കും. നിങ്ങൾ ഭൂവാസികളോട് കരുണ കാണിക്കൂ, ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും. അസ്സാഇ അലൽ അർമിലത്തി വൽ മിസ്കീൻ, മുത്തുനബി പറയുകയാണ്, വിധവകളെ സംരക്ഷിക്കുന്നവൻ, പാവപ്പെട്ട പാവങ്ങളെ സംരക്ഷിക്കുന്നവൻ, കൽ മുജാഹിദി ഫീ സബീലില്ലാഹ്, അവൻ അല്ലാഹുവിന്റെ മാർഗത്തിൽ പടപൊരുതുന്ന പടയാളിക്ക് തുല്യമാണ്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട അയൽവാസികളെ സ്നേഹിക്കണം. അയൽവാസി വന്നുകൊണ്ട് പറയുകയാണ്, നിങ്ങളുടെ തെങ്ങിന്റെ മടൽ വീണ് ഓട് പൊട്ടുന്നു.
ഒരുപാട് ബുദ്ധിമുട്ട് ഉണ്ട് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ആ ഉപദ്രവം നമ്മൾ മാറ്റിക്കൊടുക്കണം. കഴിയുന്ന ഉപകാരങ്ങൾ അയൽവാസിക്ക് നമ്മൾ ചെയ്തു കൊടുക്കണം. മുത്തുനബി പറയുകയാണ്, ജിബ്രീൽ അലൈഹിസ്സലാം എന്നോട് വസിയത്ത് ചെയ്തുകൊണ്ടിരുന്നു, സ്വത്തിൽ അനന്തരാവകാശം സ്വീകരിച്ചേക്കുമോ, അയൽവാസിക്ക് കൊടുക്കേണ്ടി വരുമോ എന്ന് ഞാൻ ഊഹിച്ചുപോയി. അത്രമാത്രം ജിബ്രീൽ അലൈഹിസ്സലാം അയൽപക്ക ബന്ധം ഊട്ടി എന്നോട് കൽപ്പിച്ചുകൊണ്ടിരുന്നു. അല്ലാഹു ചിന്തിക്കാൻ തൗഫീഖ് നൽകട്ടെ. അയൽപക്കത്തുള്ള അടുത്ത ബന്ധുക്കൾക്കും നിങ്ങൾ കൊടുക്കണം. മറ്റു ബന്ധമില്ലാത്ത അകന്ന അയൽവാസിക്കും നിങ്ങൾ കൊടുക്കണം. ഇനി അല്ലാഹു പറഞ്ഞത് പാർശ്വവർത്തിയായ കൂട്ടുകാരനോട് കടമയുണ്ട്. ആരാ പാർശ്വവർത്തിയായ കൂട്ടുകാരൻ? നമ്മുടെ ഡ്രൈവർമാർ, നമ്മുടെ ലേബേഴ്സ്, നമ്മുടെ തൊഴിലാളികൾ. മുഫസ്സിറുകൾ പറയുന്നു നമ്മുടെ സഹധർമ്മിണിയും അതിൽപ്പെട്ടതാണ്. നമ്മുടെ ചാരത്ത് നിൽക്കുന്ന കൂട്ടുകാരൻ അത് ഭാര്യയാണ്. ഭാര്യയോടും നമുക്ക് കടമയുണ്ട് അല്ലേ? ഭാര്യ ഭർത്തൃ ബന്ധത്തെ കുറിച്ച് പറയാൻ ഒരു ദിവസം അല്ലേ, അല്ലെങ്കിൽ 2 ദിവസം. എന്നാലും ഞാൻ സുഹൃത്തുക്കളെ കടമകൾ വിവരിക്കുമ്പോ സമൂഹത്തോടുള്ള നമ്മുടെ ബാധ്യത. ആരാണ് നമ്മുടെ ഭാര്യ? നമ്മൾ മലയാളത്തിൽ ഭാര്യ എന്ന് പറയും, സത്യത്തിൽ ഖുർആൻ അങ്ങനെ ഒരു പദം ഉപയോഗിച്ചിട്ടില്ല. വഖലഖനാകും അസ്വാജ, നാം നിങ്ങളെ പടച്ചത് ഇണകളായിട്ടാണ്. ഇണയും തുണയും. കണ്ണടയുടെ 2 ഗ്ലാസ് പോലെ, കാലിൽ ധരിക്കുന്ന 2 ഷൂ അല്ലെങ്കിൽ ചെരുപ്പ് പോലെ, സൈക്കിളിന്റെ 2 വീല് പോലെ ഉണ്ടോ? ആണും പെണ്ണും. ഇന്ന് സമൂഹം ധരിച്ചിരിക്കുന്നത് ഭാര്യ വേലക്കാരിയാണ്, അടിമക്കാരിയാണ്, അടിമപ്പെണ്ണാണ്. പക്ഷെ ഇസ്ലാം അവളെ കാണുന്നത് എങ്ങനെയാ? ഇതുപോലെയാ. സ്വന്തമായി വ്യക്തിത്വവും അവകാശങ്ങളുമുള്ള ഒരു സ്വത്വം ആണ് ഭാര്യ എന്ന് പറയുന്നത്. നോക്കൂ, ആ ഭാര്യയെ സ്നേഹിക്കണമെന്ന് പരിശുദ്ധ ഖുർആൻ. മുത്തുനബിയുടെ ഒരുപാട് ഹദീസുകളുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ ഒരിക്കൽ പറഞ്ഞു, മാ അക്രമഹുന്ന ഇല്ലാ കരീം വമാ അഹാനഹുന്ന ഇല്ലാ ലഈം. പെണ്ണിനെ ബഹുമാനിക്കുകയില്ല, ഭാര്യയ്ക്ക് റെസ്പെക്ട് കൊടുക്കുകയില്ല, ബഹുമാന്യനായ ഭർത്താവല്ലാതെ. വമാ അഹാനഹുന്ന ഇല്ലാ ലഈം, ഭാര്യയെ നിന്ദിക്കുകയില്ല, നിന്ദ്യനായ ഭർത്താവല്ലാതെ. ലഈം, ആക്ഷേപാർഹനായ പുരുഷനല്ലാതെ പെണ്ണിനെ നിന്ദിക്കുകയില്ലെന്ന് മുഹമ്മദ് മുസ്തഫ. ഒരു ഹദീസിൽ വരുന്നുണ്ട്, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഈമാൻ കാമിലാകുന്നത് സ്വഭാവം നന്നാകുമ്പോഴാണ്. അക്മലുൽ മുഅ്മിനീന ഈമാനൻ അഹ്സനുഹും ഖുലുഖാ വഖൈറുകും ഖൈറുകും ലിനിസാഇഹിം. നിങ്ങളിൽ ഉത്തമർ നിങ്ങളുടെ ഭാര്യയോട് നല്ല രൂപത്തിൽ ഇടപഴകുന്നവരാണ്. അല്ലാഹു നമ്മുടെ സ്വഭാവം നന്നാക്കി തരട്ടെ. അല്ലാഹു നമ്മുടെ സ്വഭാവം നന്നാക്കി തരട്ടെ. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഒരു പെണ്ണിനെ സംബന്ധിച്ച് മുത്തുനബി പറഞ്ഞത്, ഭർത്താവിന്റെ പൊരുത്തം നേടി മരിക്കുന്ന പെണ്ണ് സ്വർഗത്തിലാണെന്നാണ്. ഏതെങ്കിലും ഒരു പെണ്ണ് മരണപ്പെട്ടാൽ അവളുടെ ഭർത്താവ് ആ ഭാര്യയിൽ സംതൃപ്തയാണെങ്കിൽ ദഖലത്തിൽ ജന്ന, അവൾ സ്വർഗത്തിലാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഭർത്താവിന്റെ പൊരുത്തം സ്നേഹം മേടിച്ച് മരണപ്പെടുന്ന ഭാര്യമാരിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. സുഹൃത്തുക്കളെ, ഭാര്യയ്ക്കും ഭർത്താവിനും ഒരേ തുല്യ അവകാശങ്ങളാണെങ്കിലും ഇസ്ലാം ഒരു ദറജ ആർക്ക് കൊടുത്തിട്ടുണ്ട്? വലിർ റിജാലി അലൈഹിന്ന ദറജ, ഒരു പദവി ആണുങ്ങൾക്ക് അല്ലാഹു കൊടുത്തിരിക്കുന്നു. കുടുംബം എന്ന സ്ഥാപനത്തിന്റെ ചെയർമാൻഷിപ്പ് അല്ലാഹു കൊടുത്തിരിക്കുന്നത് ആണുങ്ങൾക്ക്.
അത് അടക്കി ഭരിക്കാൻ വേണ്ടിയല്ല. പിന്നെ സ്ഥാപനം, കുടുംബം എന്ന സ്ഥാപനം മുന്നോട്ട് പോകണമെങ്കിൽ അതിന്റെ കമാൻഡിങ് ആരുടെ കയ്യിൽ വേണം? ആരുടെ കയ്യിൽ വേണം? താത്തയുടെ കയ്യില? അല്ല, കാക്കയുടെ കയ്യിൽ. താത്താടെ കയ്യിലെങ്ങാനും കൊടുത്ത പിന്നെ അവൾ എപ്പ പോകുന്നു എപ്പം വന്ന് കയറുന്നു എന്ന് പറയാൻ പറ്റൂല അല്ലേ? الرجال قوامون على النساء بما فضل الله بعضهم على بعض وبما أنفقوا من أموالهم فالصالحات قانتات حافظات للغيب بما حفظ الله. പുരുഷന്മാരാണ് الرجال قوامون على النساء, സ്ത്രീകളുടെ കൈകാര്യകർത്താക്കൾ. ബിമാ ഫളലല്ലാഹു ബഅദഹും അലാ ബഅദ്, അവരിൽ ചിലരെക്കാൾ അല്ലാഹു ശ്രേഷ്ഠരാക്കി. കണ്ടോ ആണും പെണ്ണും അല്ലാഹുവിന്റെ സൃഷ്ടികളാണെങ്കിലും പെണ്ണിനേക്കാൾ ഒരു പദവി ആണുങ്ങൾക്കാണ് അല്ലാഹു കൊടുത്തത്. തലയിലെ മുടി എണ്ണി നോക്ക്, ആണുങ്ങൾക്ക് കൂടുതൽ, പെണ്ണുങ്ങൾക്ക് കുറവാണ്. സുഹൃത്തുക്കളെ, കാലിന്റെ വിരൽ മുതൽ കൈ വിരൽ വരെ പെണ്ണ് പെണ്ണാണ്, പുരുഷൻ പുരുഷനാണ്. പുരുഷന് പൗരുഷവും സ്ത്രീക്ക് സ്ത്രൈണതയും കൊടുത്തവനാണ് അല്ലാഹു. അതുകൊണ്ട് അല്ലാഹു തആല പെണ്ണുങ്ങളോട് പറഞ്ഞില്ലേ, യാ നിസാ അൻ-നബി ലസ്തുന്ന കഅഹദിൻ മിനൻ നിസാഇ ഇൻ ഇത്തഖൈതുൻ ഫലാ തഖ്ലഅന ബിൽ ഖൗൽ ഫയത്മഅല്ലദീ ഫീ ഖൽബിഹി മറളുൻ. അല്ലാഹു പറയുകയാണ്, ഏ പ്രവാചക പത്നിമാരെ, യാ നിസാ അൻ-നബി ലസ്തുന്ന കഅഹദിൻ മിനൻ നിസാ, നിങ്ങൾ മറ്റു പെണ്ണുങ്ങളെ പോലെയല്ല. ഇനി തഖൈതുൻ, നീ സർവേശ്വരനായ അല്ലാഹുവിനെ ഭയക്കുന്നെങ്കിൽ. കണ്ടോ, നിങ്ങളും സാധാരണ പെണ്ണുങ്ങളും ഒരുപോലെയല്ല. പ്രവാചകന്റെ പത്നിമാരെ, യാ നിസാ അൻ-നബി ഫലാ തഖ്ലഅന ബിൽ ഖൗൽ, നിങ്ങൾ വാക്കുകൊണ്ട് കൊഞ്ചിക്കൊഴയരുത്, നിങ്ങൾ വാക്കുകൊണ്ട് മിതത്വം കാണിക്കണം. അന്യപുരുഷന്മാരോട് പറയുമ്പോ നിങ്ങൾ അല്പം അവിടെ നിങ്ങൾ സൂക്ഷിച്ചു സംസാരിക്കണം. ഫലാ തഖ്ലഅന ബിൽ ഖൗൽ ഫയത്മഅല്ലദീ ഫീ ഖൽബിഹി മറൽ, ഹൃദയത്തിൽ രോഗമുള്ളവൻ ആശിച്ചു പോകുമെന്ന് പരിശുദ്ധ ഖുർആൻ. ഒരു തലാഖ് നടന്ന എന്തിന്റെ പേരിലാന്നറിയോ? ഇതിന്റെ പേരിലാ. മോളെ പ്രസവിക്കാൻ വിളിച്ചോണ്ട് വന്നു, പിന്നെ എന്തോ വയറ് കാണാൻ വന്നു. അന്നേരം എന്തൊക്കെയോ പാത്രങ്ങൾ കൊണ്ടുവരണം പോലും. അങ്ങനെ ഉണ്ടോ വയറ് കാണാൻ? സുഹൃത്തുക്കളെ, അത് കഴിഞ്ഞ് കുഞ്ഞ് ജനിച്ചു. കുഞ്ഞിന് മുടി കളയാൻ വന്നപ്പോ എന്തോ കട്ടിലോ അലമാരിയോ കൊണ്ടുവന്നില്ല എന്നും പറഞ്ഞ് അതിന്റെ പേരിൽ അങ്ങ് തെറ്റി ഹബീബേ ത്വലാഖിലായി. തസവ്വജൂ, നിങ്ങൾ വിവാഹം കഴിക്കണം. വലാ തുതല്ലിഖൂ, നിങ്ങൾ വിവാഹമോചനം നടത്തരുത്. ഫഇന്ന ത്വലാഖ യഹ്തസ്സു മിൻഹു അർശുർ റഹ്മാൻ, ത്വലാഖിലൂടെ അല്ലാഹുവിന്റെ അർശ് വിറയ്ക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. അബ്ഗളുൽ ഹലാലി ഇൻദല്ലാഹി അത്വലാഖ്, ഹലാലിൽ അല്ലാഹു അനുവദിച്ചെങ്കിലും അല്ലാഹുവിന് ഏറ്റവും അനിഷ്ടമുള്ള ഒരു കാര്യമാണ് ത്വലാഖ്, മൊഴി കൊടുക്കുന്നത് എന്ന് മുഹമ്മദ് മുസ്തഫ. കണ്ടോ, വിവാഹം കഴിക്കാൻ പറഞ്ഞു, വിവാഹം മോചനം പ്രോത്സാഹിപ്പിച്ചിട്ടില്ല, അനുവദിച്ചു. ഒരു സാഹചര്യത്തിലും യോജിച്ചു പോകാൻ കഴിയാതെ വരുമ്പോ വിവാഹമോചനമാണ് കരണീയമെങ്കിൽ പിരിയാനുള്ള അനുവാദം ഖുർആൻ തന്നു. ഇന്ന് ആ നിയമം എടുത്തിട്ട് എല്ലാവരും അങ്ങ് വെച്ച് കാച്ചുകയല്ലേ.
സുഹൃത്തുക്കളെ, തന്റെ ഭാര്യയുടെ ഓജസ്സും തേജസ്സും ഒക്കെ മങ്ങുമ്പോ എന്നാ ഇനി ഒന്ന് മൊഴി ചൊല്ലി വേറൊന്ന് സ്വീകരിച്ചേക്കാം. അതുപോലെ പെണ്ണുങ്ങളുടെ പീഡനം അനുഭവിക്കുന്ന ഒരുപാട് ആണുങ്ങളും ഉണ്ട്. അത് പറയാതിരിക്കാൻ പറ്റൂല. വൽ ഖൗലു ഖൗലുഹാനൊക്കെ കിതാബ് എഴുതിയിട്ടുണ്ട്. പെണ്ണിന്റെ വാക്കാ വാക്ക് അല്ലേ? ഒരു ദിവസം ഒരു ഭാര്യയും ഭർത്താവും ഇലാ ഹളറത്തി റസൂലില്ലാഹ്, അവര് വിവാഹമോചിതരായവരാണ്. അവരുടെ കുഞ്ഞിനെയും കൊണ്ട് മുത്തുനബിയുടെ മുന്നിൽ വന്നു. ഉപ്പ പറയുന്നു കുഞ്ഞിനെ എനിക്ക് വേണം, ഉമ്മയും പറയുന്നു കുഞ്ഞിനെ എനിക്ക് വേണം. നോക്കൂ, നബിയുടെ സദസ്സിൽ വന്നു. ആ ബാപ്പ പറയുകയാണ് വലദീ, എന്റെ കുഞ്ഞാണിത്, എന്റെ കുഞ്ഞാണിത്. ഖറജ മിൻ സുൽബി യാ റസൂലല്ലാഹ്, എന്റെ നട്ടെല്ലിൽ നിന്ന് പുറത്തു വന്ന കുഞ്ഞാണിത് നബിയേ. എന്റെ നട്ടെല്ലിൽ കൂടെ വന്ന കുഞ്ഞാണ് നബിയെ, എനിക്ക് വേണം ഈ കുഞ്ഞിനെ. അവൾ പറയുന്നു അവൾക്ക് വേണമെന്ന് പറയുന്നു. ഇത് കേട്ടപ്പോ അവൾ എന്ത് പറഞ്ഞു? ഹമലഹു ഖിഫ്ഫ വളഅഹു ശഹ്വാ. നബിയെ അങ്ങനെയല്ല, ഹമലഹു ഖിഫ്ഫ, ഇയാൾ ഈ കുഞ്ഞിനെ ചുമന്നത് ഒരു വെയിറ്റും സഹിച്ചല്ല. നട്ടലിലൊന്നും ആ ഭാരമൊന്നും അയാൾ അനുഭവിച്ചിട്ടില്ല. വവളഅഹു ശഹ്വ, ഇയാൾ ഈ നുത്ഫയെ എന്നിലേക്ക് നിക്ഷേപിച്ചത് വികാരത്തോടു കൂടിയാണ് നബിയെ. എന്നാൽ ഞാനോ ഹമൽതുഹു കുർഹാ വവളഅതുഹു കുർഹാ വഅർളഅതുഹു ഹൗലൈനി കാമിലൈൻ. ഞാൻ ഈ കുഞ്ഞിനെ ഞാനാണ് ഗർഭം ധരിച്ചത്, ബുദ്ധിമുട്ട് സഹിച്ച് ഞാനാണ് ബുദ്ധിമുട്ട് സഹിച്ച് പ്രസവിച്ചത്. ഞാൻ 2 കൊല്ലം അമ്മിഞ്ഞ പാലും കൊടുത്തു നബിയേ. അല്ലാഹുവിന്റെ റസൂൽ ഇതെല്ലാം കേട്ടിട്ട് 2 പേരുടെ മുഖത്ത് നോക്കിയിട്ട് ഒരു തീരുമാനം എടുത്തു. എന്താണ് ആ തീരുമാനം? പറ. ഒരു കിസ് അല്ലേ? എന്താ നബി തീരുമാനം എടുത്തത്? കുഞ്ഞിനെ മുറിച്ചിട്ട് വാപ്പച്ചിക്കും അമ്മച്ചിക്കും കൊടുത്തു. ഓരോരോ പീസ്. അല്ലാഹുവിന്റെ റസൂൽ തീരുമാനമെടുത്തു. ആ കുഞ്ഞിനെ ആർക്ക് കൊടുക്കാൻ? ഉമ്മയ്ക്ക് കൊടുക്കാം. സുഹൃത്തുക്കളെ, അങ്ങനെ അഇമ്മത്ത് മസ്അല എഴുതി. ഇതുപോലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ ആൺകുട്ടിയാണെങ്കിൽ 7 വയസ്സുവരെ ഉമ്മയ്ക്ക് വളർത്താം, പെണ്ണാണെങ്കിൽ 9 വയസ്സുവരെ തള്ളയ്ക്ക് വളർത്താം. അത് കഴിഞ്ഞ് ഈ ഭർത്താവ് മുകല്ലഫാണ്, അദ്ദേഹമാണ് ഭാര്യയുടെയും കുഞ്ഞുങ്ങളുടെയും ഉത്തരവാദിത്വം ഏറ്റെടുത്തവൻ. അത് കഴിഞ്ഞ് ബാപ്പയാണ് ഈ കുഞ്ഞുങ്ങൾക്ക് സംരക്ഷണവും ചെലവും കൊടുക്കേണ്ടത്. സുഹൃത്തുക്കളെ, എന്താ ഇസ്ലാമിന്റെ നിയമങ്ങൾ? അല്ലാഹു ചിന്തിക്കാൻ പടച്ചവൻ തൗഫീഖ് നൽകട്ടെ, മനസ്സിലാക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഒരുപാട് വിശദീകരിക്കാനുണ്ട് സുഹൃത്തുക്കളെ, ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. അല്ലാഹു പടച്ചവൻ നമുക്കെല്ലാവർക്കും ഭാര്യയോടുള്ള കടമ നിർവഹിക്കാൻ, ഭർത്താവിനോടുള്ള കടമ നിർവഹിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ കുടുംബ ജീവിതത്തിൽ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പ്രിയപ്പെട്ട പ്രിയതമനെ സ്നേഹിക്കണം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നല്ല പെണ്ണ് ഖൈറുൻ നിസാഇ ഇംറഅത്തുൻ, ഒരു പെണ്ണാണ് ഇന്നലർത ഇലൈഹാ സറത്തുക. ഭർത്താവ് നോക്കുമ്പോൾ ഭർത്താവിനെ സന്തോഷിപ്പിക്കുന്ന പെണ്ണ്. വ ഇൻ അമർതഹാ ത്വാഅതുക, കൽപ്പിക്കുമ്പോൾ അനുസരിക്കുന്നവൾ നല്ല പെണ്ണാണ്. വ ഇൻ ഗൈബത അൻഹാ അഫിലത്ക ഫീ നഫ്സിഹാ വ മാലിക്, നീ അകലുമ്പോൾ വിദേശത്ത് പോകുമ്പോൾ അവളുടെ ശരീരവും നിന്റെ ധനവും സൂക്ഷിക്കുന്ന പെണ്ണ് ഉത്കൃഷ്ടയായ പെണ്ണാണെന്ന് മുഹമ്മദ് മുസ്തഫ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എൻ്റെ പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മുടെ കുടുംബ ബന്ധത്തിൽ അല്ലാഹു ബർക്കത്ത് നൽകട്ടെ. സ്വാലിഹീങ്ങളായ മക്കളെ അല്ലാഹു നമുക്ക് നൽകട്ടെ. നാം എപ്പോഴും റബ്ബിനോട് പ്രാർത്ഥിക്കണം, വ അസ്ലിഹ് ലീ ഫീ ദുർരിയതി. ഖുർആന്റെ ദുആയാണ്. സൂറത്തുൽ അഹ്കാഫിൽ അങ്ങനെ ഒരു ദുആ ഉണ്ട്. നമ്മൾ ദുആ ചെയ്യുന്നുണ്ടോ? മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യണം, നമ്മുടെ പൊന്നു മക്കൾക്ക് വേണ്ടി.
റബ്ബി ഔസിഅനി അൻ അഷ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ. അല്ലാഹുവേ, നിന്റെ നിഅമത്തുകൾക്ക് ശുക്ർ ചെയ്യാൻ തൗഫീഖ് നൽകണമേ. അൻ അഷ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ. എനിക്കും എൻ്റെ മാതാപിതാക്കൾക്കും നീ ചെയ്ത നിഅമത്തുകൾക്ക് ശുക്ർ ചെയ്യാൻ, വഅൻ അഅമല സ്വാലിഹൻ തർലാ, നീ പൊരുത്തപ്പെടുന്ന സുഹൃതങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്യാനും തൗഫീഖ് നൽകണമേ. വഅസ്ലിഹ് ലീ ഫീ ദുർരിയതി, എൻ്റെ സന്താനങ്ങളെ നീ നന്നാക്കി തരണമേ. ഇന്നി തുബ്തു ഇലൈക, ഞാൻ നിന്നിലേക്ക് പശ്ചാത്തപിക്കുന്നു തമ്പുരാനേ. നമ്മുടെ ദുആയിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ ഉൾപ്പെടുത്തണം. മനസ്സിലായില്ലേ? റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുറത അയുൻ. നാദാ, ഞങ്ങളുടെ ഇണകളിൽ നിന്നും പുത്രകളത്രാദികളിൽ നിന്നും നീ തരണമേ ഖുറത അയുൻ, നല്ല കൺകുളിർമയുള്ള മക്കളെ. മക്കളെ സ്നേഹിക്കണം, ആ മക്കൾക്ക് തർബിയത്ത് കൊടുക്കണം. അതുകൂടി പറഞ്ഞ് ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യാം. ആരാണ് മക്കൾ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അൽ വലദു സമറത്തുൽ ഖൽബ്, ഹൃദയത്തിന്റെ പഴമാണ് മക്കൾ. മാതാപിതാക്കൾ എപ്പോഴും മക്കളുടെ ചിന്തയിലാണ്, അവർക്ക് വേണ്ടിയാണ് അധ്വാനിക്കുന്നത്. നമ്മുടെ മക്കളെ നാം സ്നേഹിക്കണം, അവർക്ക് ധാർമ്മികമായ വിദ്യാഭ്യാസം നൽകണം, അവർക്ക് ദീൻ കൊടുക്കണം, അവരെ നമസ്കരിക്കാൻ കൽപ്പിക്കണം. അഹിബ്ബുസ്സിബിയാന വർഹമൂഹും, മക്കളെ സ്നേഹിക്കണം, അവരോട് കരുണ കാണിക്കണം. മുറു ഔലാദകും ബിസ്സലാ, നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് നമസ്കരിക്കാൻ കൽപ്പിക്കണം. വഹും അബ്നാഉ സബ്ഇ സിനീൻ, 7 വയസ്സിലെത്തുമ്പോ വദ്രിബൂഹും അലൈഹാ വഹും അബ്നാഉ അശ്ർ, 10 വയസ്സിലെത്തുമ്പോ ആ നമസ്കാരത്തിന്റെ വിഷയത്തിൽ ഉഴപ്പ് കാണിച്ചാൽ പൊട്ടാത്ത രൂപത്തിൽ ചെറിയ പണിഷ്മെന്റ് നിങ്ങൾക്ക് കൊടുക്കാമെന്ന് മുഹമ്മദ് മുസ്തഫ. ചെറുപ്പത്തിലെ ഒരു പട്ടാള ചിട്ടയിൽ വേണം കുടുംബത്തിലെ അംഗങ്ങളെ വളർത്തിയെടുക്കാൻ. ഏറ്റവും വലിയ പട്ടാള ചിട്ട എന്ന് പറയുന്നത് റബ്ബിന്റെ മുമ്പിൽ 5 നേരം കുനിയലാണ്, സുജൂദാ. അല്ലാഹു തആല പഠിച്ചവൻ നോക്കൂ, +2 10ാം ക്ലാസ് ഒക്കെ മദ്രസയിൽ നിന്ന് പാസ്സായിട്ട് ഈ മക്കൾ പോവുകയാണ്. ഇവിടെ എനിക്ക് കാണാൻ സാധിച്ചത് നജ്മുൽ ഹുദ പൂർവ്വ വിദ്യാർത്ഥികൾ. കണ്ടോ, നമ്മളൊരു ലിങ്കിങ്ങിലൂടെ അവരെ പിടിച്ചു നിർത്തണം. ഇല്ലെങ്കിൽ ഈ കുട്ടികൾ +2 എവിടെയെങ്കിലും പഠിക്കും, അവിടെ ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ ചേക്കേറും, അവരൊരു പക്ഷേ നിരീശ്വരവാദികളായിരിക്കും. നമ്മുടെ പൊന്നു മക്കൾ നമസ്കാരം ഉപേക്ഷിക്കും. സുഹൃത്തുക്കളെ, പിന്നെ അവര് നിരീശ്വര നിർമ്മത പ്രസ്ഥാനത്തിന്റെ പിന്നാലെ പോകുന്നത് കാണാം. നമ്മുടെ മക്കളുടെ ഭാവി നഷ്ടപ്പെട്ടോ ഇല്ലേ? റബ്ബിനൊരു സുജൂദ് പോലും ചെയ്യാത്ത ഒരവസ്ഥയുണ്ടാവും. അതിന് മാറ്റം വരുത്തണം. ഞാൻ ഒറ്റ ഹദീസ് പറയുകയാണ്, നമ്മുടെ മക്കളോട് നമുക്ക് എന്ത് ഹക്കാ ഉള്ളത്? ഹദീസിൽ വരുന്നുണ്ട്, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഹഖുൽ വലദി അലൽ വാലിദി സലാസ, മാതാപിതാക്കൾക്ക് മക്കളോട് 3 ഹക്കുണ്ട്. അയ്യുഹ്സിന ഇസ്മഹു ഇദാ ഉലിദ, പൊന്നുമക്കൾ ജനിക്കുമ്പോൾ നല്ല പേര് വിളിക്കണം. വയുഅല്ലിമഹുൽ കിതാബ ഇദാ അകല, ബുദ്ധി വികസിക്കുമ്പോൾ വേദം പഠിപ്പിച്ചു കൊടുക്കണം. വയുസബ്ബിജഹു ഇദാ അദ്റക, ശാരീരികമായി മാനസികമായി വളർച്ചയെത്തുമ്പോ വിവാഹം കഴിച്ചു കൊടുക്കണം. 3 ഹക്ക്. നല്ല പേര് വിളിക്കണം. കുഞ്ഞ് ജനിച്ചാൽ നല്ല പേര് വിളിക്കണം. ഇപ്പൊ എന്താ പേര് വിളിക്കുന്ന അറിയോ? സുബ്ഹാനല്ലാഹ്. അർത്ഥമൊന്നും നോക്കൂല, എവിടെയെങ്കിലും നെറ്റി കാണും, അതെടുത്തങ്ങ് ഫോർവേഡ് ചെയ്യും. പണ്ഡിതന്മാരോട് ചോദിക്കണ്ടേ? ഈയിടെ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, എൻ്റെ അടുത്ത് പറഞ്ഞു, ഭാര്യ പ്രസവിച്ചു, പെൺകുഞ്ഞ്, 2 അക്ഷരമുള്ള ഒരു പേര് വേണം. ഞാൻ വെള്ളപ്പേപ്പർ എടുത്തു, സാമാരുടെ പണി പേരിടലാണ്. കുറെ നല്ല പേര് കുറിച്ച് കൊടുത്തു. അദ്ദേഹം പറഞ്ഞു, ഇതൊക്കെ അറബിയല്ലേ? ഞാൻ കുറിച്ച പേര് ഇതൊക്കെയാ: ഫിദ, നദ, ഹിബ, റിള. നല്ല പേരല്ലേ? ഇതൊക്കെ ഞാൻ വെച്ചതാ എനിക്ക് പെൺകുഞ്ഞുണ്ടായാൽ ഇടാൻ വേണ്ടി. പക്ഷെ അല്ലാഹു എനിക്ക് പെൺമക്കളെ തന്നില്ല. എനിക്ക് 2 ആൺപിള്ളേരേ ഉള്ളൂ. സുഹൃത്തുക്കളെ, അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇഷ്ടമുള്ള പേര് നിങ്ങൾ ഇട്ടോ.
നിങ്ങൾക്ക് അറബി പേര് ഇഷ്ടമല്ല, അല്ലെങ്കിൽ ഇഷ്ടമുള്ള കേട്ടോ. അയാള് മൂത്ത മോൾക്ക് പേരിട്ടോ, എന്നിട്ടോ നിധി എന്നിട്ടോ, നിധി. രണ്ടാമതും ഭാര്യ പ്രസവിച്ചു, അതും പെണ്ണ്. ഇയാള് പേര് വിളിച്ചു വിധി എന്ന്. ഒരു കൊല്ലം കഴിഞ്ഞപ്പോ മൂന്നാമത്തെ കുട്ടിയും റിലീസായി, അതും പെണ്ണ്. ഇയാള് കുഞ്ഞിന് പേരിട്ടു ചതി എന്ന്. സുഹൃത്തുക്കളെ, പ്രസവം നിർത്താത്തോണ്ട് ഒന്നും കൂടി പ്രസവിച്ചു, അതും പെണ്ണ്. ഇയാള് പോയിട്ട് ഭാര്യയോട് പറഞ്ഞു മതി എന്ന്. എങ്ങനെയുണ്ട്? അപ്പൊ പ്രാസമൊക്കെ ഒപ്പിച്ച് 2 അക്ഷരം ഒപ്പിച്ച് ഇങ്ങനെ പേരെടുത്തവരുണ്ട്. അല്ലാഹു കാക്കട്ടെ. ആ സൈസ് പേരൊന്നും ഇടരുത്. ഒരു സംഭവം പറയട്ടെ. ഒരു ദിവസം ഒരു ഉപ്പ മകന്റെ കയ്യും പിടിച്ച് ഇലാ ഹളറത്തി ഉമർ ബിനുൽ ഖത്താബ്, അമീറുൽ മുഅ്മിനീൻ ഉമർ ബിനുൽ ഖത്താബിന്റെ സദസ്സിലേക്ക് വരുന്നു. യാ അമീറുൽ മുഅ്മിനീൻ ഇന്ന ബിനി യഉഖുനി, എന്റെ മോനാണ് ഇതെന്റെ മോൻ അനുസരണക്കേട് കാണിക്കുന്നു, എന്നോട് എതിര് ചെയ്യുന്നു, എതിർവാക്കുകൾ പറയുന്നു, അവിടുന്ന് ഉപദേശിക്കണം. ഖലീഫ ഉമറുൽ ഫാറൂഖ് തങ്ങള് ആ കുഞ്ഞിനെ ഉപദേശിച്ചു. അപ്പോൾ ആ കുഞ്ഞ് തിരിച്ചു ചോദിക്കുകയാണ്, അമീറുൽ മുഅ്മിനീൻ അമാലിൽ ഇബ്നി അലൽ വാലിദി ഹഖുൻ, മാതാപിതാക്കൾക്ക് മക്കളോട് ഹക്കില്ലേ? മാതാപിതാക്കൾക്ക് മക്കളോടും ഹക്കില്ലേ? അപ്പോൾ അമീറുൽ മുഅ്മിനീൻ പറഞ്ഞു, ഹക്കുണ്ട്. എന്താ നമ്മുടെ ഹക്ക്? മഹാനവറുകൾ പറഞ്ഞു, അയ്യന്തഹിബ ഉമ്മഹു, ഉമ്മയെ തെരഞ്ഞെടുക്കലാണ്. വിവാഹം കഴിക്കുന്നതിനു മുമ്പ് ഓരോരുത്തരും തന്റെ ജീവിത പങ്കാളിക്കുള്ള ഉത്തമ ഗുണങ്ങൾ ചിന്തിക്കണം. സംസ്കാര സമ്പന്നയായ ഒരു സ്ത്രീയെ തെരഞ്ഞെടുക്കണം. ഉമ്മാക്ക് സംസ്കാരം കൊടുക്കണം. രണ്ടാമത്തത് വയുഅല്ലിമഹുൽ കിതാബ്, മക്കൾ വളർന്നു വരുമ്പോൾ ഖുർആൻ പഠിപ്പിക്കണം. ഒന്നാമത്തത് നല്ല പേര് വിളിക്കണം. രണ്ടാമത്തത് ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കണം. ഒന്ന്, എന്റെ മാതാവിനെ സംസ്കാര സമ്പന്നയാക്കണം. 3 ഹക്കുണ്ട് എന്ന് പറഞ്ഞപ്പോ ആ കുട്ടി പറയുകയാണ്, വല്ലാഹി മന്തഹബ ഉമ്മി, എന്റെ ഉമ്മയെ എന്റെ ഉപ്പ തെരഞ്ഞെടുത്തതല്ല, സംസ്കാര സമ്പന്നയുമല്ല. വല്ലാഹി എന്റെ ഉമ്മയെ തെരഞ്ഞെടുത്തതല്ല, മാഹിയ ഇല്ല സിന്ധിയ ഇഷ്തറാഹാ ബി 400 ദീനാർ. ഒരു അടിമപ്പെണ്ണായിരുന്നു, വെറും ഒരു അടിമപ്പെണ്ണ്. 400 വെള്ളിക്കാശന് തട്ടിക്കൂട്ടിയ കല്യാണമാണിത്. എവിടെന്നെങ്കിലും പ്രേമിച്ച് എവിടെന്നെങ്കിലും പൊക്കിക്കൊണ്ടുവരുന്നതാണെങ്കിൽ മക്കളും അതുപോലെ ഇരിക്കും. അതുകൊണ്ട് ഇത് സുഹൃത്തുക്കളെ, ഇത് ലൈഫ് ടൈം വേണ്ടതല്ലേ നമ്മുടെ ഭാര്യ? ആണോ? അപ്പോ നല്ല മൂല്യങ്ങളുള്ള, നല്ല ഉത്കൃഷ്ടയായ, നല്ല കുടുംബം പശ്ചാത്തലം. ഹദീസിൽ പറഞ്ഞ 4 പരിഗണിച്ചോന്നേ, കുഴപ്പമില്ല അല്ലേ? ഹദീസിൽ പറഞ്ഞ 4 പരിഗണിച്ചോ. ഏതാതൊക്കെ? തുങ്കഹുൽ മർഅത്തുൽ അർബഇൻ ലിമാലിഹ വലി ജമാലിഹ വലി നസബിഹ വലി ദീനിഹ. പക്ഷെ പ്രഥമ പരിഗണന ഏതിനു കൊടുക്കണം? വലി ദീനിഹ, ദീനിന് കൊടുക്കണം. ഫൽഫർ ബിദാത്തി ദീൻ, ദീനുള്ള പെണ്ണിനെ നീ കെട്ടി വിജയിച്ചോ എന്ന് മുഹമ്മദ് മുസ്തഫ. നോക്കൂ, ആ കുട്ടി പറയുകയാണ്, വലാ അല്ലമനി ശൈഅൻ മിൻ കിതാബില്ലാഹ്, അല്ലാഹുവിന്റെ കിതാബിൽ നിന്ന് ഒരു ആയത്ത് പോലും എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല. വലാ അഹ്സന ഇസ്മി, എന്റെ പേര് നന്നാക്കിയിട്ടില്ല. സമ്മാനി ജുഅലാ, ഞാൻ ജനിച്ചപ്പോ എന്റെ ഉപ്പ എന്നെ പേര് വിളിച്ചത് കരിവണ്ടേ എന്നാണ്. കരിവണ്ടേ എന്നാ വിളിച്ചത്, കറുത്തത് കൊണ്ടായിരിക്കും. സുഹൃത്തുക്കളെ, അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുഖം വിവർണമായി. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മകൻ കഷ്ടപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ് പരാതി പറയാനാ ഇങ്ങോട്ട് വന്നതല്ലേ? ഈ മകനെ കളഞ്ഞത് നിങ്ങൾ തന്നെയാ. നമ്മുടെ മക്കളെ നമ്മൾ സ്നേഹിക്കണേ. നമ്മുടെ കുഞ്ഞുങ്ങളെ തൊട്ടതിനൊക്കെ ആക്ഷേപിക്കല്ലേ. നമ്മുടെ പൊന്നുമക്കൾ ഈ കുറ്റം പറച്ചിലും വിമർശനങ്ങളും ഒക്കെ കേട്ട് മനസ്സ് മരവിച്ച് ഉപ്പാനെ വെറുക്കുന്ന അവസ്ഥയുണ്ടാകും. കുഞ്ഞുങ്ങളെ വളർത്തുന്നത് മനഃശാസ്ത്രപരമായിരിക്കണം. അൽ ഉമ്മു മദ്റസത്തുൻ ഇദാ അഅദത്തഹാ അഅദത്ത ഖൗമൻ തയ്യിബൽ അഅറാ.
അതിൽ ഉമ്മയ്ക്ക് വലിയ പങ്കുണ്ട്. ഉമ്മ 2 വർഷം മുലപ്പാല് കൊടുത്ത് ഉമ്മയാണല്ലോ എല്ലാം അല്ലേ? അംഗൻവാടി നഴ്സറി ഒക്കെ ഉമ്മയല്ലേ? ആ ഉമ്മ കുഞ്ഞുങ്ങളോട് പറയുന്ന പദങ്ങൾ പോലും സംസ്കാര സമ്പന്നമായിരിക്കണം. ചില തള്ളമാര് ദേഷ്യം വരും, എടാ വെരുക എന്തൊക്കെ തള്ള പറയുന്ന സുബ്ഹാനല്ലാഹ്. അതാ കുട്ടി ബൈഹാർട്ടാക്കും. പിന്നെ സ്കൂളിൽ പോകുമ്പോൾ അംഗൻവാടി ചേർക്കുമ്പോൾ അവിടെയുള്ള കുട്ടീനെ വെരുകയെന്ന് വിളിക്കും. എന്താ വെരുകെന്ന് ഈ കുട്ടിക്ക് അറിയില്ല. തള്ള പണ്ട് വിളിച്ചിട്ടുണ്ട് വെരുകയെന്ന്. ഒരു ഇച്ചിരി കിതാബ് ഓതിയ വാപ്പയാണെങ്കിൽ ചിലപ്പോ വാപ്പ കുഞ്ഞിനെ വിളിക്കും, എടാ ഹയവാന്, എടാ ഹമുക്ക് ഇല്ലേ? വസ്താദന്മാർക്ക് എപ്പോഴും പറയാൻ പറ്റുന്ന 2 വാക്കായിരുന്നു, ഹയവാനും ഹമുക്കും. പടച്ചൊക്കെ ആക്കുമാറാവട്ടെ. സുഹൃത്തുക്കളെ, നമ്മുടെ കുഞ്ഞുങ്ങളോടുള്ള ഹക്ക് നമ്മൾ പാലിക്കണം. അല്ലാഹു നമ്മുടെ മക്കളെ ഖുറത്തു ഐനാക്കി തരട്ടെ. സുഹൃത്തുക്കളെ, വസ്സാഹിബി ബിൽ ജംബ് വബിനിസ് സബീൽ വമാ മലകത് ഐമാനുക്കും. വഴിയാത്രക്കാർ, പാവങ്ങൾ, മുസാഫിറുകൾ, അവരോട് നമുക്ക് ഹക്കുണ്ട്. ലിസാഇലി ഹക്കുൻ, യാചകന് ഹക്കുണ്ട്. വലൗ ജാഅ അലാ ഫറസിൻ, അയാൾ കുതിരപ്പുറത്താണ് വന്നതെങ്കിൽ യാചകന് കൊടുക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ. ഒരിക്കൽ ഒരു സഹാബി മുത്തുനബിയുടെ മുന്നിൽ വന്നു യാചിച്ചു, കൈനീട്ടി. അപ്പോൾ പ്രവാചകൻ ചോദിച്ചു, അമാ ഫീ ബൈതിക ശൈഉൻ, നിന്റെ വീട്ടിൽ വല്ലതുമുണ്ടോ? ആ സഹാബി പറഞ്ഞു, യുവാവാൻ, ഹിൽസുൻ വ കഅബുൻ, ഒരു പുതപ്പുണ്ട്, കപ്പുമുണ്ട്, അത് രണ്ടും കൊണ്ടുവരാൻ പറഞ്ഞു. എന്നിട്ട് നബി തിരുമേനി കയ്യിൽ പിടിച്ചിട്ട് ചോദിച്ചു, മൻ യശ്തരി ഹാദൈൻ, ഇത് രണ്ടും ആര് വിലക്കെടുക്കും? ഒരു സഹാബി പറഞ്ഞു, അശ്തരീഹിമാ ബിദിർഹം, ഒരു ദിർഹമിന് ഞാൻ എടുത്തോളാം. വീണ്ടും മുത്തുനബി ചോദിച്ചു, മൻ യസീദു അലാ ദിർഹം, മൻ യസീദു അലാ ദിർഹം. ലേലം വിളിക്കുന്നതിന് ഈ ഹദീസാണ് തെളിവുള്ളത്. ആരാണ് ഒന്നിലധികം തരാൻ ആരുണ്ട് എന്ന് ചോദിച്ചപ്പോ ഒരു സഹാബി പറഞ്ഞു, അശ്തരീഹിമാ ബിദിർഹമൈൻ, 2 ദിർഹമിന് ഞാൻ ഇതെടുത്തോളാം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പുതപ്പും ആ കപ്പും ആ സഹാബിക്ക് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, 2 ദിർഹം വാങ്ങിച്ചു. എന്നിട്ട് 1 ദിർഹം ഈ സഹാബി കൈനീട്ടി വന്ന യാചകനായ സഹാബിയോട് പറഞ്ഞു, 1 ദിർഹം കൊടുത്തിട്ട് പറഞ്ഞു, ഇഷ്തരി ബിഹി ഖദൂമ, നീ ഒരു കോടാലി മേടിച്ചുകൊണ്ട് വരാം. 1 ദിർഹം കൊണ്ട് നീ ഭക്ഷണം വാങ്ങിച്ച് വീട്ടിൽ കൊടുക്ക് എന്നും പറഞ്ഞു. കോടാലി കൊണ്ടുവന്നു. അതിന്റെ കൈ ഫശദ്ദ ഫീഹി ഊദാ, ഹബീബായ മുത്ത് അതിന് കൈയിട്ട് ഉറപ്പിച്ചു കൊടുത്തു. എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു, ഇദ്ഹബ് ഫഹതതിബ്, നീ പോകണം, കാട്ടിലേക്ക് വിറക് വെട്ടണം. വലാ അറയന്നക 15 അയ്യാം, 15 ദിവസം നിന്നെ കാണരുത് ഞാൻ. 15 ദിവസം കഴിഞ്ഞ് വന്നേക്കണം. 15 ദിവസം കഴിഞ്ഞ് വന്നു, വിറകൊക്കെ വെട്ടി വിറ്റു. 10 ദിർഹമുമായിട്ട് ഇലാ ഹളറത്തി റസൂലില്ലാഹ്. അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ആ വാക്ക് മനസ്സിൽ കുറിച്ചിട്ടോ. എന്താ പറഞ്ഞത്? ഹാദാ ഖൈറുൽ ലക, നിനക്കിതാണ് ഉത്തമം, കരണീയം. വൽ മസ്അലത്തു നുക്തത്തുൻ ഫീ വജ്ഹിക, യാചന നിന്റെ മുഖത്ത് കറുത്ത പാടുകൾ സൃഷ്ടിക്കും. ഒരു ഹദീസിലുണ്ട്, നാളെ ഖിയാമത്ത് നാളിൽ വരുമ്പോ മുഖത്ത് ഇറച്ചി കാണില്ല. കൈനീട്ടുന്നവർ, യാചിക്കുന്നവർ, അല്ലാഹുവേ ഞങ്ങളെ നീ കാത്തുകൊള്ളണേ അല്ലാഹ്. അല്ലാഹു തന്ന സമ്പത്ത് പാവങ്ങൾക്കും മുസാഫിറുകൾക്കും. നോക്കൂ, പണ്ടൊക്കെ നമ്മുടെ പള്ളിയിൽ മുതഅല്ലിമീങ്ങൾ വന്നിരുന്നു, അഹ്ലുബൈത്ത് വന്നിരുന്നു. റമളാനിൽ അവർക്ക് നാം കളക്ഷൻ എടുത്തു കൊടുത്തിരുന്നു, നോമ്പ് തറ കൊടുത്തിരുന്നു. ഇന്ന് അതെല്ലാം നമുക്കൊരു പഴങ്കഥയാണ്. നാം വരുന്നവരെ വളരെയധികം മോശമായി വീക്ഷിക്കുന്നു. ആ നല്ല സ്വഭാവത്തിലേക്ക് പോകണം, പാവങ്ങളെ സഹായിക്കണം. അല്ലാഹു എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകട്ടെ. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, ഈ കടമകളും ബാധ്യതകളും അല്ലാഹു അവതരിപ്പിച്ചിട്ട് നമ്മളോട് പറയുകയാണ്, ഇന്നല്ലാഹ ലാ യുഹിബ്ബു മൻ കാന മുഖ്താലൻ ഫഖൂറാ.
പൊങ്ങച്ചക്കാരനായ കിബർ നടിക്കുന്നവനെ അള്ളാഹു സ്നേഹിക്കുന്നതല്ല. അള്ളാഹു നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഈഗോ, നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പൊങ്ങച്ചം അള്ളാഹു മാറ്റിത്തരട്ടെ. അഹങ്കരിക്കരുത് സുഹൃത്തുക്കളെ. പാവങ്ങളെ സഹായിക്കണം, ഒത്തൊരുമയോടെ ജീവിക്കണം, ഐക്യത്തോടെ മുന്നോട്ട് പോകണം. അവസാനമായി ഒരു ഹദീസ് കൂടി പറയട്ടെ. മുത്തുനബി പഠിപ്പിച്ചു, നിങ്ങൾ ഭക്ഷണം ഭക്ഷിപ്പിക്കണം, രോഗിയെ സന്ദർശിക്കണം, രോഗികളെ സന്ദർശിക്കണം, നിങ്ങൾ അന്നദാനം നൽകണം. തടവറയിൽ കിടക്കുന്നവരെ തടവിൽ നിന്നും മോചിപ്പിക്കണം. രോഗികളെ കാണണം. എന്തിനാ? റബ്ബ് ചെയ്ത അനുഗ്രഹം ഓർമ്മ വരും രോഗികളെ കാണുമ്പോൾ, അല്ലേ? അല്ലാഹു തആല, നിങ്ങൾ ആരെങ്കിലും രോഗികളെ കാണാറുണ്ടോ? അന്ന് ജില്ലാ ആശുപത്രിയിലും മെഡിക്കൽ കോളേജിലൊക്കെ പോകണം. എന്താ സുഹൃത്തുക്കളെ, നോക്കൂ, അത് മുത്തുനബിയുടെ സുന്നത്താണ്. അല്ലാഹുവിന്റെ ഹബീബായ മുത്തിന്റെ സുന്നത്താണത്. സ്വഹാബാക്കളിൽ ഉമറുൽ ഫാറൂഖ് തങ്ങള് നിശയുടെ നിശബ്ദതയിൽ രോഗികളെ സന്ദർശിച്ചിരുന്നു. ഒരു ദിവസം അമീറുൽ മുഅ്മിനീൻ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു വേഷപ്രച്ഛന്നനായി മദീനയുടെ പ്രാന്തപ്രദേശത്ത് കൂടി പോവുകയാണ്. ത്വൽഹത്ത് ഇത് കണ്ടു റളിയല്ലാഹു അൻഹു. ഉമർ ഒരു ചെറ്റക്കുടിൽ ചെന്ന് കയറുന്നു. അടുത്ത സുപ്രഭാതം ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു ആ വീട്ടിലേക്ക് ചെന്നു കയറി. രാത്രി കടന്നു വന്നത് എന്തിനാണെന്നറിയാൻ ആ രംഗം തഴവ ഉസ്താദ് പാടുന്നുണ്ട്. ഒന്ന് പാടാം, അറിയോ? ഒന്ന് പാടിയേക്കാം. പനനാര് കൊണ്ട് വരിഞ്ഞു കോർത്തൊരു കട്ടിലിൽ പഴമുണ്ടു മൂടിയ കിഴവി രോഗമിലുണ്ടതിൽ, നിങ്ങൾക്കു സേവനം ചെയ്യുവാനാരുണ്ട്, അതിനുത്തരം എനിക്കെന്റെ സൃഷ്ടാവുണ്ട്. രോഗത്തിലായി കിടപ്പായ നാൾ മുതലിന്നും വരും രാത്രിയിൽ ആരോ ഒരാളടുത്തെന്നും. ത്വൽഹത്ത് ചെന്ന് നോക്കുമ്പോ ഈത്തപ്പനക്കയർ കൊണ്ടുണ്ടാക്കിയ കട്ടിലിൽ ഉമ്മാമ ചുരുണ്ട് കിടക്കുന്നു. ആരാ നിങ്ങളെ നോക്കുന്നത്? എന്റെ അല്ലാഹ് എന്നെ നോക്കുന്നു എന്ന് മറുപടി പറഞ്ഞിട്ട് പറയുകയാണ്, രോഗത്തിലായി കിടപ്പായ നാൾ മുതലിന്നും വരും രാത്രിയിൽ ആരോ ഒരാളടുത്തെന്നും. കഷ്ടിച്ച ചട്ടിയെടുത്തവർ നീക്കുന്നതാ, ശുദ്ധീകരിച്ചത് പിന്നെയും വെക്കുന്നതാ, സന്തോഷമുള്ള കലാമുകൾ പറയുന്നതാ, സന്താപമെല്ലാം നീങ്ങുവാനുതകുന്നതാ. പൊതിയൊന്നെടുത്തവർ ഭക്ഷണം നൽകുന്നതാ, സുബ്ഹാന റബ്ബി തൽക്ഷണം മടങ്ങുന്നതാ. ഇത് കേട്ടിട്ട് ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു തരിച്ചുപോയി. എല്ലാ ദിവസവും കടന്നു വരുന്ന വ്യക്തി ചെയ്യുന്ന ജോലി കണ്ടില്ലേ? മലവും മൂത്രവും നീക്കിക്കൊടുക്കും, പൊതിയെടുത്ത് തുറന്ന് ഭക്ഷണം കൊടുക്കും, അല്ലേ? ആരാണത്? കിസ്റാ പനിക്കും കൈസറും വിറയ്ക്കുന്നതാ, മിസ്രിൽ മുഖൗഖിസ് കേട്ടുടൻ ഞെട്ടുന്നതാ. അവരാണ് അമീറുൽ മുഅ്മിനീൻ ഉമറല്ലോ, ജനസേവകന്മാർക്കുള്ളിമാമാണല്ലോ.